നാരായണ 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 നാരായണ. ശ്രീഹരേ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ശ്രീമള്ളിയൂർ ഗുരുനാഥാശരണം. ചേതോമോഹനമായ മഞ്ജുമുരളീഖണ്ഡത്ത് നിന്നൂർന്നതാം നാദബ്രഹ്മമരന്തധാരയിൽ ജഗത്താകെ കുളിർപ്പിച്ചുടൻ രാധാദേവി തുടങ്ങിയോരുപനിഷത് ഗോപീകദമ്പത്തൊടും കൈതപ്രത്തഴകോടമർന്നരുളുമാ ഗോപാലബാലൻ തുണ. ശ്രീവാസുദേവരത്തപ്പാശരണം. യോം തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. തത്വസമീക്ഷ സത്രവേദി ഇന്ന് ഏറെ ധന്യമായ ഒരു ദിവസം. കാരണം എന്താണോ പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തത്, കൗമാര ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ, ആ ഉപദേശത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് 5000-ലധികം കുട്ടികൾ ഒരേ ഭാവത്തിൽ, ഒരേ താളത്തിൽ, ഒരേ സ്വരത്തിൽ ഒന്നിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന അന്തരീക്ഷത്തിലാണ് പ്രഹ്ലാദൻ നരസിംഹസ്വാമിയെ സ്തുതിക്കുന്ന പ്രഹ്ലാദ സ്തുതി നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറെ ധന്യമായ ഒരു ദിവസം. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവഃ കൃപയാ പരിപ്ലുത ഉത്ഥാപ്യതച്ചീർഷ്ണ്യദധാത്കരാംബുജം കാലാഹി വിത്തസ്തധിയാ കൃതാഭയം. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ, കാൽക്കൽ വീണ് കിടക്കുകയാണെന്ന് പതിതം എന്നാ പറഞ്ഞത്. നമസ്കൃതം എന്നല്ല, പതിതം. തന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന പ്രഹ്ലാദനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി പ്രഹ്ലാദ, ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കൂ ഭഗവാനെ. കേൾക്കേണ്ട താമസം. ചെന്നു, ആ കാൽക്കലങ്ങട് വീണു. ആനന്ദാശ്രുക്കളെ കൊണ്ട് നരസിംഹസ്വാമിയുടെ കാല് കഴുകിച്ചു. ആനന്ദ കണ്ണീര് കൊണ്ടാണ് കഴുകിച്ചത്. അതുവരെയും അലറി വിളിച്ചുകൊണ്ടിരുന്ന ഉഗ്രമൂർത്തി പ്രഹ്ലാദക്കുട്ടി കാൽക്കലങ്ങട് വീണപ്പോഴേക്കും അലർച്ചയൊക്കെ നിർത്തി, വാരിയെടുത്തു. 2 കൈകളും ശിരസിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുക. ആ ഭഗവാന്റെ കരസ്പർശനത്തിലൂടെ തന്നെ എന്തെങ്കിലും പ്രഹ്ലാദന്റെ ഉള്ളിൽ അല്പമാത്രമെങ്കിലും മാലിന്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി. സതത്കരസ്പർശധുതാഖിലാശുഭ സപദ്യഭിവ്യക്ത പരാത്മദർശന.
സ തത് കരസ്പർശധുത അഖില അശുഭ. ആ ഭഗവാന്റെ കരസ്പർശനം ഏറ്റപ്പോഴേക്കും അഖില അശുഭങ്ങളും നീങ്ങി, ശുദ്ധമായി. മാത്രമല്ല, എപ്പോഴാണോ ശുദ്ധമാകുന്നത് അപ്പോൾ ഉള്ളിൽ ഭഗവാൻ തെളിയും. നമ്മൾ മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ മതി, മറ്റൊന്നും ചെയ്യാനില്ല. നമ്മൾ ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഷടാധാര പ്രതിഷ്ഠ നടത്തുന്ന പോലെ ഭഗവാനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടൂ, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക. ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠത്തെ. ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠ. ശുദ്ധമാക്കി വെച്ചാൽ മതി. ശുദ്ധമായി. എപ്പോഴാണോ മനസ്സ് ശുദ്ധമായത് അപ്പോൾ തന്നെ സപദ്യ അഭിവ്യക്ത പരാത്മദർശന. ഉടനെ തന്നെ ആ പരമാത്മദർശനം ലഭിച്ചു. അടുത്ത നിമിഷം തന്നെ ഭഗവത് പാദപത്മം തന്നെ ഹൃദയത്തില് നിറച്ചുകൊണ്ട്, തത് പാദപത്മം ഹൃദി നിർവൃതോ ദധൗ, ഉള്ളിൽ ആ ഭഗവത് പാദാരവിന്ദത്തെ നിറച്ചുകൊണ്ട് ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അസ്തൗഷീത് ഹരിം. എങ്ങനെയാ സ്തുതിച്ചത്? ഏകാഗ്രമനസാ, ഏകാഗ്രതയോടുകൂടിയിട്ട് ഉള്ളിൽ ആ ഭഗവാന്റെ സ്വരൂപം മാത്രം. സുസമാഹിത എന്നാണ് പറഞ്ഞത് അവിടെ. സമാഹിത ചിത്തനായിക്കൊണ്ട് സ്തുതിച്ചു. കണ്ണീരങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുണ്ട് പ്രഹ്ലാദന്റെ കണ്ണിൽ നിന്ന്. വാക്കുകൾ ഇടക്കിടക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. പ്രേമഗദ്ഗതയാ വാചാ തന്യസ്തഹൃദയേക്ഷണ. തൻ്റെ മനസ്സും ഭഗവാനിൽ തന്നെയാണ്, തൻ്റെ നോട്ടവും ഭഗവാനിൽ തന്നെ. അങ്ങനെ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗദ്ഗദകണ്ഠനായി പ്രഹ്ലാദൻ സ്തുതിച്ചു. ഭാഗവതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും ഏറ്റവും നീണ്ടതുമായ ഭഗവത് സ്തവം. ബ്രഹ്മാദയസുരഗണാഃ മുനയോധസിദ്ധാഃ സത്വൈകദാനമതയോ വചസാം പ്രവാഹൈഃ നാരാദിതും പുരുഗുണൈരധുനാ വിപ്രുഃ കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ബ്രഹ്മാദയസുരഗണാ മുനയോധസിദ്ധാ. അല്ലയോ ഭഗവാനെ, ബ്രഹ്മാദി ദേവന്മാര്, സിദ്ധന്മാര്, യോഗീശ്വരന്മാര് ആരൊക്കെ ഇപ്പൊ സ്തുതിച്ചത് അല്ലേ? അതിഗംഭീരമായിട്ട് ഒരു സ്തുതി നേരത്തെ കഴിഞ്ഞു. നരസിംഹാവതാരം കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മള് ആ നരസിംഹാവതാരം വരെയാണ് കേട്ടതെങ്കിലും ആ നരസിംഹാവതാരത്തിന് ശേഷം നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് 8-ാമത്തെ അധ്യായത്തിൽ. അത് സമയക്കുറവ് കൊണ്ട് അദ്ദേഹം സ്പർശിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മാദി ദേവന്മാരൊക്കെ സ്തുതിച്ചു. ആരാണ് ബ്രഹ്മാദി ദേവന്മാര്? സത്വൈകതാനമതയഃ. സത്വൈകതാനമതയഃ, പരമസാത്വികന്മാര്. അങ്ങനെ പരമസാത്വികന്മാരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാര് ഇത്രയൊക്കെ ഗംഭീരമായിട്ട് സ്തുതിച്ചിട്ടും അല്ലയോ നരസിംഹസ്വാമിൻ നിന്നെ ശാന്തനാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അസുരകുലത്തിൽ പിറന്ന ഈയുള്ളവന് നിന്നെ സ്തുതിക്കുവാനുള്ള അർഹതയുണ്ടോ? കിം തോഷ്ടുമർഹതി. ഇതാണ് ചോദ്യം. കിം തോഷ്ടുമർഹതി. അർഹതയുണ്ടോ? അസുരക്കുട്ടിയല്ലേ ഞാൻ? പ്രഹ്ലാദൻ തന്നെയാണ്
അതിന് മറുപടിയും പറയുന്നത് ഭഗവാനല്ല, പ്രഹ്ലാദൻ തന്നെ മറുപടി പറയാണ്. എന്താണ് യോഗ്യത കുറവ്? ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ, ഭഗവാനെ പ്രസന്നനാക്കുവാൻ എന്താണ് യോഗ്യത വേണ്ടത്? ഭക്തി മാത്രം, മറ്റൊന്നും യോഗ്യതകളല്ല. മന്യേ ധനാഭിജനരൂപതപശ്രുതോജസ്തേജ പ്രഭാവ ബലപൗരുഷബുദ്ധിയോഗാ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂധപായ. മന്യേ ധന അഭിജന രൂപ തപ ശ്രുത ഓജ, എന്തൊക്കെയാ പറയുന്നത്? വലിയ പാണ്ഡിത്യം, സമ്പത്ത്, ആഭിജാത്യം, അധികാരം, പണത്തിന്റെ കൊഴുപ്പ്, ശാരീരിക ബലം, ഇന്ദ്രിയ ബലം, തപോനിഷ്ഠ, ഇതൊന്നും ഭഗവാനെ സന്തോഷിപ്പിക്കുവാനുള്ള യോഗ്യതയല്ല. ഇതൊക്കെ യോഗ്യതയാകണമെങ്കിൽ അതിനുപരിയായിട്ടൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യത വേണം. അതേതാണ്? ഭക്തി. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂധപായ. ആ ഭക്തിയിലൂടെ മാത്രമാണ് ഭഗവാൻ പ്രസന്നനാകുന്നത്. പ്രഹ്ലാദന്റെ ഭക്തിയെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ വേറൊരു പ്രഭാഷണത്തിൽ കേട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഭക്തിയാ തുതോഷ ഭഗവാൻ, ഭക്തിയിലൂടെയാണ് ഭഗവാൻ സന്തുഷ്ടനാകുന്നത്. എന്താ കാരണം? ഭക്തി പുനാതി. മുക്തിസ്കന്ധമായിട്ടുള്ള ഏകാദശത്തില് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഭക്തി പുനാതി മന്നിഷ്ഠ സ്വപാകാനപി സംഭവാത്. ഉദ്ധവ, നൈഷ്ഠികി ഭക്തി, നിസ്വാർത്ഥ ഭക്തി എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു. ജനനം കൊണ്ട് ചണ്ടാളനാണെങ്കിലും, സ്വപാകാനപി, സ്വപാകം എന്ന് പറഞ്ഞാൽ പട്ടിയെ തിന്നുന്നവൻ, ചണ്ടാളൻ, പട്ടിയെ തിന്നുന്ന ചണ്ടാളനെ പോലും ശുദ്ധീകരിക്കുന്ന ഭക്തി. ആ ഭക്തിയുടെ മാത്രമേ ഉദ്ധവ എന്നെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ഭക്തിയാ അഹം ഏകയാഗ്രാഹ്യ. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഉദ്ധവ എന്നെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്നിൽ എത്തിച്ചേരണമെങ്കിൽ ഭക്തി തന്നെയാണ്, മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഉദ്ധവ നിന്നെയാണ്. കാരണം നീ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നെ ഒഴികെ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് അത് തരണേ, ഇത് തരണേ, അത് തന്നാൽ ഇത് തരാം, അത് തന്നാൽ ഇത് തരാം, ഇത് തന്നാൽ അത് തരാം എന്ന് ലേലം വിളിക്കുന്ന ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തിയോട് ഭഗവാന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നുണ്ട്, അത് വേറെ വിഷയം. അത് നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ ഭഗവാൻ തരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഭഗവാൻ അതിലോട് താല്പര്യമായിട്ടല്ലേ നമ്മൾ വിചാരിക്കണ്ട. താല്പര്യം ഉണ്ടായിട്ടല്ല ഭഗവാൻ തരുന്നത്. പിന്നെന്താ, ഇവൻ ഇനിയെങ്കിലും ചോദിക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ചോദിക്കുന്നതൊക്കെ ഭഗവാൻ തരുന്നത് ഇനിയെങ്കിലും ചോദിക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളത് നേരെ തിരിച്ചാ കണക്കാക്കുന്നത്. ഭഗവാൻ ചോദിക്കുന്നതൊക്കെ തരുന്നുണ്ട്, നമ്മുടെ ലിസ്റ്റിന്റെ നീളം അങ്ങോട്ട് കൂട്ടി അല്ലേ. അപ്പൊ നമ്മുടെ ആവശ്യകതകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. ശരിക്കും ഭഗവാൻ അത് താല്പര്യമില്ല. ഭഗവാൻ പറയുന്നത് ഒന്നും ആഗ്രഹിക്കാതെ എന്നെ മാത്രം ആഗ്രഹിക്കുന്ന ഭക്തനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. ഏകാദശത്തില് വളരെ ഭംഗിയായിട്ട് ഭഗവാൻ ഉദ്ധവരോട് പറയാണ്, നിരപേക്ഷം മുനിം ശാന്തം. ഒന്നും ആഗ്രഹിക്കാതെ മൗനിയായിട്ട് ശാന്തനായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന സമദൃക്കായിട്ടുള്ള, അതുകൊണ്ട് തന്നെ ശാന്തനായിട്ടുള്ള ഭക്തനെയാണ് ഉദ്ധവ എനിക്ക് ഏറ്റവും ഇഷ്ടം.
അങ്ങനെയുള്ള ഭക്തന്റെ പിറകെ ഞാൻ പോവുക പതിവ്. ഭക്തൻ എന്റെ പിറകെ വരികയല്ല, ഞാൻ ഭക്തന്റെ പിറകെ പോവുകയാണ്. അനുവ്രജാമ്യഹം എന്നാ പറഞ്ഞത്. എന്തിനാ? അതേപോലെയുള്ള നിസ്വാർത്ഥ ഭക്തന്മാരുടെ പാദധൂളി ഏറ്റിട്ട് വേണം ഉദ്ധവ എനിക്ക് ശുദ്ധനാകാൻ. ഭഗവാന്റെ വാക്കാണ്. അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. അങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഭഗവാൻ പറയാം. ആ ഒരു ഭക്തിയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. ആ ഭക്തിയാണ് ഇവിടെ പറഞ്ഞത്. യോഗ്യത എന്ന് പറഞ്ഞത് ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള യോഗ്യത എന്ത് എന്ന് ചോദിച്ചാൽ ഭക്തിയാണ്. വേണ്ടേനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ, ഒരു നാളും തരി പോലും മാറാതെ കാൽച്ചൂട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണാ എന്ന് ആർക്കാണ് ഹൃദയം തൊട്ട് പറയാൻ സാധിക്കുക ഭഗവാനോട്? എനിക്കൊന്നും വേണ്ട, മുക്തി പോലും വേണ്ട കണ്ണ, നിന്നെ മാത്രം മതി എന്ന് പറയാൻ സാധിക്കൂ? അങ്ങനെയുള്ള ഭക്തനെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ആ ഭക്തിയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള യോഗ്യത. അതുകൊണ്ടാണ് ആ പൊയ്കയിലെ താമരപ്പൊയ്കയില് വിടർന്നു നിൽക്കുന്ന ഓരോരോ താമരപ്പൂവായിട്ടെടുത്ത് ഗജേന്ദ്രൻ ഭഗവാനെ അർച്ചിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ. ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തില് ഇന്ദ്രദ്യുമ്നനായിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി പഠിപ്പിച്ച ശ്ലോകങ്ങള് ചൊല്ലി ചൊല്ലി അർച്ചിക്കുക. അപ്പോഴാണ് ഭഗവാൻ തന്റെ ഭക്തൻ ആ ചെളിക്കുണ്ടിലേക്ക് മുങ്ങുന്നത് കണ്ടപ്പോ ആ ഗരുഡന് പോലും വേഗത പോരാൻ തോന്നി. അത്ര വേഗത, മനസ്സിന്റെ വേഗതയില് വന്ന് ആ ഗജേന്ദ്രനെ രക്ഷിച്ചില്ലേ? അന്നേരം പൊന്നുപത്രേ മുരരിപുകരുടാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തിയിലൂടെയാണ് ആ ഗജയൂഥപായ, ഗജയൂഥവൻ ഗജേന്ദ്രൻ, ആ ഗജേന്ദ്രന് ഭഗവാൻ മുക്തി നൽകിയത്, സാരൂപ്യ മുക്തി നൽകിയത് ഭക്തി എന്നൊരു. അല്ലാതെ എന്ത് യോഗ്യതയുള്ളത്? ഗജേന്ദ്രൻ എന്ത് ഈ പറഞ്ഞ ധനാഭിജന രൂപ തപശ്രുത ഊജസ് തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ അല്ലെ, 12 യോഗ്യത പറയുന്നുണ്ട് അവിടെ. ഈ 12 യോഗ്യതയും ഇല്ലാത്ത ആളാണ് ആര്? ഗജേന്ദ്രൻ. പക്ഷെ ഗജേന്ദ്രന് ഒരൊറ്റ യോഗ്യത ഉണ്ടായിരുന്നു. എന്താ അത്? ഭക്തി. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഇനി ഈ പറഞ്ഞ ഈ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ യോഗ്യതകളെല്ലാം ഉണ്ട്, ഭക്തി മാത്രമില്ല. വല്ല പ്രയോജനമുണ്ടോ? നല്ല വലിയ ഏറ്റവും ശ്രേഷ്ഠമായ കുലത്തിൽ തന്നെ ജനിച്ചു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് വെച്ചോളൂ. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷേ ഭക്തി ഇല്ലെങ്കിലോ? ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പ്രഹ്ലാദൻ ഉറപ്പിച്ച് പറയാം. അടുത്ത ശ്ലോകം. വിപ്രാദ്വിഷഡ്ഗുണയുതാത് അരവിന്ദനാഭപാദാരവിന്ദ വിമുഖാത് സ്വപചം വരിഷ്ഠം. വിപ്രാത് ദ്വിഷഡ്ഗുണയുതാദരവിന്ദനാഭ പാദാരവിന്ദ വിമുഖാത്. ദ്വിഷഡ്ഗുണം അല്ലെ, ദ്വിഷഡ് എന്ന് പറഞ്ഞാൽ 12. ഈ നേരത്തെ പറഞ്ഞ 12 ഗുണങ്ങൾ. ഈ 12 ഗുണങ്ങളോട് കൂടിയ ബ്രാഹ്മണൻ. പക്ഷെ എന്തില്ല? ഭഗവത് പാദാരവിന്ദ ഭക്തി മാത്രം ഇല്ല. അപ്പോ ഭഗവത് പാദാരവിന്ദ ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ പട്ടിയെ വേവിച്ചു തിന്നുന്ന ചണ്ടാളനാണ് ശ്രേഷ്ഠൻ.
സ്വപചം വരിഷ്ഠം. അപ്പൊ ജാതിയല്ല, പാണ്ഡിത്യമല്ല, സമ്പത്തല്ല. ഭഗവാൻ നോക്കുന്നത് ഭക്തിയുണ്ടോ. തൻ്റെ മുന്നിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ഉള്ളിലേക്കാണ് ഭഗവാൻ നോക്കുക. ഭക്തൻ എന്താണോ സമർപ്പിക്കുന്നത് എന്ന് നോക്കി നിൽക്കാറില്ല. ഭക്തൻ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെക്കാളും ഭഗവാൻ ഇഷ്ടം മനസ്സാണ്. ഏത് മനസ്സോടു കൂടിയിട്ടാണ് സമർപ്പിക്കുന്നത്, അതാണ് പ്രധാനം. പറയുന്നു, നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദവിദുഷക്കരുണോ വൃണീതേ യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ. ഭഗവാൻ നമ്മളിങ്ങനെ ഭഗവാന് കൊണ്ട് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ഭഗവാൻ സ്വീകരിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ പഞ്ചാര പാൽപ്പായസമായാലും വഴിപാടുകളായാലും നിവേദ്യങ്ങളായാലും എല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ ആ പഞ്ചാര പാൽപ്പായസം കൊണ്ടാണ് ഭഗവാൻ കഴിയുന്നത്. എന്താണ് ഭഗവാൻ? മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ള ഭഗവാൻ നമ്മൾ ഈ കൊണ്ടു കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാൻ നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ കാരണം നമ്മളോടുള്ള കാരുണ്യമാണ്. കാരണം ഭഗവാൻ അത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടേതായി തീരുന്നത്. നമ്മൾ ഭഗവാന് കൊടുക്കുന്നതിന് മുൻപേ നമ്മൾ പറയും ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? എൻ്റെ വക എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്, അല്ലേ? ഭഗവാന് കൊണ്ട് കൊടുക്കുമ്പോഴും ആരുടെ വക എന്ന് പറഞ്ഞാണ് കൊണ്ട് കൊടുക്കുന്നത്? ഇത് എൻ്റെ വക എന്നാണ്. അങ്ങനെ ചിലപ്പോൾ അച്ഛൻ്റെ മുത്തശ്ശൻ്റെയും പേരടക്കം വെച്ചിട്ടാണ്, അല്ലേ? ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ്റെ വക. ഇത് ആരുടെ വകയാ? വരുമ്പോഴേ ഇതുകൊണ്ടാണോ വന്നത്? ആണോ? തിരിച്ചിനങ്ങോട്ട് തെക്കോട്ട് എടുക്കുമ്പോൾ ഇത് കൊണ്ട് പോവോ? ഇല്ല. എന്നിട്ടും നമ്മളെന്താ പറയുന്നത്? ഇതെൻ്റെ വക എന്ന് പറയാം. മഹാപ്രഭുവായിട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ തന്നെ ആയിട്ടുള്ള സാമഗ്രികൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് എൻ്റെ വക എന്ന് പറഞ്ഞാണ് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ടും ഭഗവാൻ അതൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അത് നമ്മുടേതായി തീരുന്നത്. ഏതുപോലെ? വളരെ നല്ലൊരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. ബിംബത്തിൽ എന്താണോ ചാർത്തുന്നത് അത് മാത്രമേ പ്രതിബിംബത്തിൽ കാണുള്ളൂ. അപ്പോ പ്രതിബിംബത്തിൽ തെളിഞ്ഞു കാണണമെങ്കിൽ എവിടെ ചാർത്തണം? എവിടെ? ബിംബത്തിൽ ചാർത്തണം, അല്ലെ? നമ്മൾ മുഖത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ അലങ്കരിക്കുന്നത് അത് മാത്രമേ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് പ്രതിബിംബത്തിൽ കാണുള്ളൂ. അയ്യോ, ഇത് എന്തൊരു മോന്ത ഇത് എന്ന് കണ്ണാടി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? നമ്മുടെ മുഖം എങ്ങനെയാണോ അത് അതുപോലെ അവിടെ തെളിയും, അത്രയേ ഉള്ളൂ. അതേ കാണാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ കാണാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മുഖസ്യ പ്രതിമുഖശ്രീ. മുഖം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ബിംബം എന്നർത്ഥം. ഈ ബിംബ പ്രതിബിംബ ഭാവം അല്ലെങ്കിൽ ഈ ഒരു ബിംബ പ്രതിബിംബ കൽപ്പന എന്ന് പറയുന്നതും നമ്മൾ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ടാവും, അല്ലെ? പുരഞ്ജനോപാഖ്യാനത്തിലൊക്കെ അവസാനം വന്ന് പറയുന്നുണ്ട്, അല്ലേ? പുരഞ്ജനോട് പറയുന്നില്ലേ? ഓർമ്മയില്ലേ? നമ്മൾ രണ്ടുപേരും ആരാണ്? നമ്മൾ രണ്ടുപേരും ബിംബപ്രതിബിംബങ്ങളാണ്. ആ ബിംബപ്രതിബിംബങ്ങളാണ് നമ്മൾ രണ്ടുപേരും എന്ന് ആര് പറയുന്നു? ആ വന്ന ബ്രാഹ്മണൻ പുരഞ്ജനോട് പറഞ്ഞ് ആ രണ്ട് ഹംസങ്ങളും ഇങ്ങനെ ആ മാനസ സരസിലേക്ക് പറന്ന് പോയി. ഓർമ്മയില്ലേ? അപ്പോ പരമാത്മ ചൈതന്യം എന്ന ബിംബവും ഭക്തൻ എന്ന പ്രതിബിംബവും.
അപ്പൊ എപ്പോഴാണ് ഭക്തനിൽ ഇത് തെളിഞ്ഞു കാണാൻ പറ്റുന്നത്? എപ്പോഴാ? ഭഗവാനിൽ അർപ്പിക്കുമ്പോഴാണ് ഭക്തനിൽ അത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. വ്യക്തമായോ? മുഖസ്യ യഥാ പ്രതിമുഖശ്രീ. അപ്പൊ നമ്മള് നമ്മുടേതാണ് ഔദാര്യത്തോടു കൂടിയിട്ട് ഭഗവാന് കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അത് നമ്മുടേതാകുന്നത്. സത്രാജിത്തിന്റെ കഥ ഓർമ്മിക്കണം. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സ്യമന്തക രത്നം സൂര്യഭഗവാൻ നൽകിയപ്പോ അത് സത്രാജിത്ത് നിന്റെ കുടുംബത്തിൽ വെക്കുന്നതിനേക്കാളും നല്ലത് കൊട്ടാരത്തിൽ വെക്കുന്നതാണ്, രാജാവിന് നൽകുന്നതാണ്. എനിക്ക് വേണമെന്ന് പോകാൻ പറഞ്ഞില്ല. ഉഗ്രസേന ചക്രവർത്തിക്ക് നൽകിയാൽ അത് ദ്വാരകാവാസികൾക്ക് മുഴുവൻ പ്രയോജനം ചെയ്യും. നിന്റെ കുടുംബത്തിൽ വെച്ചാൽ അതിന്റെ നിന്റെ കുടുംബത്തിന് മാത്രം പ്രയോജനം ചെയ്യും. ഒരു വിശിഷ്ടമായിട്ടുള്ള, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം, ഒരു വസ്തു, അതിനെക്കൊണ്ട് തനിക്ക് മാത്രം പ്രയോജനം ഉണ്ടാകണോ, അല്ല നാടിന് മുഴുവൻ പ്രയോജനം ഉണ്ടാകണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഭഗവാൻ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. പക്ഷേ സത്രാജിത്ത് ആ രത്നം കൊടുക്കാൻ തയ്യാറായില്ല. ഏത് നിമിഷമാണോ ചോദിച്ചിട്ട് പോലും ആ രത്നം സത്രാജിത്ത് കൊടുക്കാതിരുന്നത്, ആ നിമിഷം മുതൽ പിന്നെ സത്രാജിത്തിന് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ലഭിച്ചിട്ടുമില്ല. ആ രത്നം കാരണം തന്നെ തന്റെ ജീവൻ പോലും സത്രാജിത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടെ പ്രഹ്ലാദൻ പറയുന്നു, യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യേഥാ മുഖശ്രീ തസ്മാദഹം വിഗത വിക്ലവൈശ്വരസ്യ സർവാത്മനാ മഹിഗൃണാമി യഥാ മനീഷം. അതുകൊണ്ട് അല്പം പോലും വൈക്ലഭ്യമില്ലാതെ വളരെ സന്തോഷത്തോടെ, ഭഗവാനെ നരസിംഹമൂർത്തെ, ഞാൻ നിന്നെ ഒന്ന് സ്തുതിക്കുകയാണേ, എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. യഥാമനീഷം. എന്തിനാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭഗവാനെ സ്തുതിക്കുന്നത്? ഇന്നിപ്പോ കാലത്ത് 5000-ത്തിലധികം കുട്ടികൾ ഒന്നിച്ച് സഹസ്രനാമം ചൊല്ലി സ്തുതിച്ചു, അല്ലെ? സഹസ്രനാമം എന്ന് പറഞ്ഞാൽ സ്തോത്രമാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്തിനാണ് ഭഗവാനെ സ്തുതിക്കുന്നത്? ഭഗവാനെ സ്തുതിക്കുന്നത് കൊണ്ട് ഭഗവാൻ പ്രസന്നനാവുകയല്ല, മറിച്ച് നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അത് വളരെ വളരെ ശ്രദ്ധിക്കണം. പ്രഹ്ലാദൻ പറയുന്ന ഒരു പ്രധാന വസ്തുതയാണ്. അപ്പൊ നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. നീചോജയാ ഗുണവിസർഗമനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാൻ അനുവർണിതേന. അനുവർണിതേന പൂയേത. അനുവർണിതേന എന്ന് പറയുന്ന അർത്ഥം സ്തോത്രേണ, സ്തുതിയിലൂടെ. അപ്പോ നമ്മള് പല 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 സ്തോത്രങ്ങളും ജപിക്കുന്നവരാണ് നമ്മളെല്ലാം. പല സ്തോത്രങ്ങളും ജപിക്കാറുണ്ട്. ആ സ്തോത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഓരോ സ്തുതിയിലൂടെയും നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. ഇവിടെ പ്രഹ്ലാദൻ അത് ഉറപ്പിച്ച് പറഞ്ഞു, പൂയേതയേന ഹി പുമാൻ അനുവർണിതേന. എന്നിട്ട് പറഞ്ഞു, ഈ ബ്രഹ്മാദി ദേവന്മാര് ഇവരെല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തെ തൊഴുത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ബ്രഹ്മാദി ദേവന്മാര്. എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ ഈ പരമസാത്വികന്മാരായിട്ടുള്ള ദേവന്മാരെ വിറപ്പിക്കുന്നത്? ഇങ്ങനെ ഭക്തന്മാരെ വിറപ്പിക്കാനാണോ അവതാരം? അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഭഗവത് അവതാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അധർമ്മത്തെ ഇല്ലാതാക്കാനും ധർമ്മത്തെ പ്രതിഷ്ഠിക്കാനും ഒക്കെയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈ. അങ്ങനെ എല്ലാവരുടെയും ക്ഷേമത്തിനുള്ള ഭഗവത് അവതാരം ഇപ്പോ നേരെ വിപരീതമായിട്ട് എല്ലാവരെയും വിറപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്.
എന്തിനാണ് ഈ ബ്രഹ്മാദി ദേവന്മാരെ മുഴുവൻ വിറപ്പിക്കുന്നത്? അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, നരസിംഹമൂർത്തെ, ഒന്ന് ആ ക്രോധത്തെ ഒന്ന് അടക്കൂ. ആര് പറയാ? ഭക്തൻ ഭഗവാനോട് പറയാണ്. ഭഗവാൻ ഭക്തനോട് പറയല്ല, ഭക്തൻ ഭഗവാനോട് പറയാണ് ക്രോധം അടക്കൂ എന്നാണ്. തദ് യച്ഛ മന്യം, തത് മന്യം യച്ഛ, ക്രോധത്തെ അടക്കൂ ഭഗവാനെ എന്ന്. അപ്പൊ ക്രോധത്തെ നിയന്ത്രിക്കൂ എന്ന് ഭഗവാനോട് പറയുവാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഒരു ഭക്തനുണ്ട്. ഭക്തന് അത്രയും സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വേറെ ലോകത്തിൽ എവിടെ കാണാൻ സാധിക്കും? ഭഗവാൻ ഭക്തന്റെ ദാസനാണ്. അഹം ഭക്തപരാധീന. ഭഗവാൻ തന്നെ പറയണ്ട അംബരീഷന്റെ കഥയില് ദുർവാസാവിനോട് പറയും, അഹം ഭക്തപരാധീന അസ്വതന്ത്ര, ഞാൻ ഭക്തന്റെ ദാസനാണ്. അല്ലയോ ദുർവാസാവേ, ഞാൻ അസ്വതന്ത്രനാണ് എൻ്റെ ഭക്തന്റെ മുന്നില്. എൻ്റെ ഭക്തൻ നിശ്ചയിക്കുന്നത് ഞാൻ ചെയ്യും. ഇവിടെ ഭക്തൻ ഭഗവാനോട് പറയുന്നു ക്രോധമടക്കൂ. അസുരനെ കൊല്ലാനല്ലേ വന്നത്? അല്ലേ? എൻ്റെ അച്ഛനെ കൊല്ലാനല്ലേ വന്നത്? എൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞില്ലേ? അസുരശ്ച ഹതസ്ത്വയാദ്യ, ഇതാ ഇന്നിപ്പോ കൊന്നു കഴിഞ്ഞു, എൻ്റെ അച്ഛനെ നിഗ്രഹിച്ചു. പിന്നെന്താ പ്രശ്നം? ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും വേണ്ടിയിട്ട് വന്ന അവതാരം സഫലമായില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും ആ ക്രോധമൊന്ന് അടക്കണം. എല്ലാവരും ആ നരസിംഹാവതാരത്തില് ആനന്ദ നിർവൃതരാകണം. നരസിംഹസ്വാമി ഭയപ്പെടുത്താനുള്ള അവതാരമല്ല. പലർക്കും നരസിംഹം എന്ന് പറഞ്ഞാൽ ഉഗ്രം, വീരം എന്നൊക്കെ കേൾക്കുമ്പോ മൃത്യും നമാമി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഭീകര അവതാരം എന്നാണ്. അല്ല, നരസിംഹാവതാരം എന്ന് പറയുന്നത് വളരെ വളരെ ശാന്തമായിട്ടുള്ള എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കാനുള്ള അവതാരമാണ്. പല സ്ഥലത്തും സപ്താഹത്തിനൊക്കെ പോയാൽ മൂന്നാമത്തെ ദിവസം നരസിംഹസ്വാമിയുടെ ഒരു ഫോട്ടോ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്തും ഉണ്ടാവില്ല. എവിടെയും വെന്തു വെക്കില്ല. ഒരൊറ്റ വീട്ടിൽ നരസിംഹസ്വാമിയുടെ ഫോട്ടോ കാണാനില്ല. എന്തേ? നരസിംഹസ്വാമിയുടെ ഫോട്ടോ വെക്കരുത്. രണ്ടാം ദിവസത്തേക്ക് പിന്നെ ഭദ്രകാളിയുടെ അവതാരത്തിന് ഭദ്രകാളിയുടെ ഫോട്ടോ കിട്ടുമോ? ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കാനേ പാടില്ല. ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, നരസിംഹസ്വാമിയുടെ ഫോട്ടോ. ഇങ്ങനെയൊക്കെയാ നമ്മുടെ ധാരണ. ഇങ്ങനെ വികലങ്ങളായിട്ടുള്ള കുറെ ധാരണകളാണ് നമുക്ക്. ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കാൻ ഭയപ്പെടുന്നത് ആരാ? ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഏതോ അസുരനോ രാക്ഷസനോ ആണ്. നരസിംഹസ്വാമിയുടെ ഫോട്ടോ വെക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങൾ ഹിരണ്യകശിപു തന്നെയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ആരിയ്രിപ്പുണ്ട്? ഹിരണ്യകശിപു ഇരിപ്പുണ്ട്. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ എന്താ? ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ ആരാ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, അല്ലേ? ധനം, സമ്പത്ത്. ആ സമ്പത്തിനെ കശിപു പറഞ്ഞാൽ തലയണ, അല്ലേ? അപ്പോ ധനത്തെ തലയണയായിട്ട് വെക്കുന്നവൻ എന്നാണ് എന്തർത്ഥം? ഹിരണ്യകശിപു എന്ന് പറഞ്ഞ അർത്ഥം. പലരും ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ടാവും. ആധാരക്കെട്ടൊക്കെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങുന്നവരില്ലേ? ഒക്കെ ഏത് ഗ്രൂപ്പിൽ പെട്ടു? ഹിരണ്യകശിപുവിന്റെ വിഭാഗത്തിൽപ്പെട്ടവരാ. അവർക്ക് ഭയം ഉണ്ടാവും. എന്തിന്? നരസിംഹസ്വാമിയുടെ ഫോട്ടോ വെക്കാൻ. യഥാർത്ഥത്തിൽ നരസിംഹസ്വാമി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി? ഭയമില്ലാതാക്കാൻ. അടുത്ത വരിയില് പ്രഹ്ലാദൻ പ്രഖ്യാപിച്ചു, വിഭയായ ജനാ സ്മരന്തി. വിഭയായ ജനാ സ്മരന്തി. ഇനി നരസിംഹമൂർത്തിയെ സ്മരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയാ? ഭയം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്. ഭയമില്ലാതാകാനാണ്. ഭയപ്പെടുത്തരുത്, ശാന്തനാകൂ എന്നൊക്കെ ഞാൻ പറയുമ്പോ ചിലപ്പോ നരസിംഹസ്വാമിക്ക് ഒരു സംശയം ഉണ്ടാവും. എന്ത്? പ്രഹ്ലാദൻ പേടിച്ചിട്ടാണോ പറയുന്നത്? എനിക്ക് യാതൊരു ഭയവുമില്ല.
പ്രഹ്ലാദൻ അടുത്ത വരിയിൽ തന്നെ പറഞ്ഞു, ഇനി ഞാൻ ഭയപ്പെട്ടിട്ടാണെന്ന് ധരിക്കരുത്. നാഹം ബിഭേമി അജിതതേ അതിഭയാനകസ്യ ജിഹ്വാർക്കനേത്ര ഭൃഗുടി രഭസോഗ്രതം ശ്രാത് ആംധ്രസ്ത്രജക്ഷതജ കേസര ശങ്കുകർണാത് നിർഹ്രാത ഭേദ ദിഗിഭാത് ഹരിഭിം നഖാഗ്രാത്. നാഹം ബിഭേമി, എനിക്കൊരു ഭയവും ഇല്ല. ആ പിളർന്ന വായയും ഗുഹ പോലെയുള്ള വായയും ആ പുറത്തേക്ക് നീട്ടി നിൽക്കുന്ന ആ നാവും കത്തിജ്വലിക്കുന്ന ആ ദംഷ്ട കണ്ണുകളും ലോകത്തെ മുഴുവൻ ആക്രമിക്കുന്ന രീതിയിൽ തോന്നുന്ന ഭയപ്പെടുത്തുന്ന ദംഷ്ട്രകളും ആ കുഞ്ചി രോമങ്ങളും ആ അലർച്ചയും, ഇതൊന്നും കേട്ടിട്ട് എനിക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം എനിക്ക് എൻ്റെ ഭഗവാനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഈ വേഷഭൂഷാദികളൊന്നും അല്ല എൻ്റെ ഭഗവാൻ എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് എവിടെ മേക്കപ്പ് റൂമിൽ പോയിട്ട് ഗ്രീൻ റൂമിൽ പോയിട്ട് സംഘടിപ്പിച്ച വേഷം കെട്ടുകളാണ് എന്നെനിക്ക് നല്ല നിശ്ചയം ഉണ്ട്. പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദന് ഒരു സംശയവുമില്ല. എവിടെയാണ് ഈശ്വരൻ എന്ന് ചോദിച്ചില്ലേ അല്ലേ? തൊട്ട് മുൻപത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എവിടെയാടാ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചു. ക്വാസവും എന്ന് ചോദിച്ചപ്പോ അടുത്ത നിമിഷം തന്നെയാണ് ഉത്തരം. ആലോചിക്കേണ്ടി വന്നില്ല പ്രഹ്ലാദന്. സർവത്ര, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അച്ഛാ എന്റെ നാരായണൻ എന്ന് പ്രഹ്ലാദന് പറയാൻ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല, ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ആ ഭഗവത് ചൈതന്യം, ഭഗവത് സ്വരൂപം എന്താണ് എന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കാരണം എപ്പോഴാണോ ലഭിക്കേണ്ടത് ആ സമയത്ത് പ്രഹ്ലാദന് ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. ആരിൽ നിന്ന്? നാരദ മഹർഷിയിൽ നിന്ന്. അമ്മയുടെ ഉദരത്തിലെ കയാധുവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ നാരദ മഹർഷിയിൽ നിന്ന് എന്താണ് ഭക്തി, ഭക്തിയുടെ പാഠങ്ങൾ എന്തൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉത്തമ ഭക്തൻ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ആരെ കാണിച്ചു കൊടുക്കാം? പ്രഹ്ലാദനെ കാട്ടിക്കൊടുക്കാം. പ്രഹ്ലാദനെ ഭക്തനാക്കിയ നാരദന് 2ാം സ്ഥാനേ ഉള്ളൂ. 1ാം സ്ഥാനം ആർക്കാ? പ്രഹ്ലാദന. ഈ സമ്പ്രദായ ഭജനയിലൊക്കെ ഭാഗവതന്മാരെ നമസ്കരിക്കുന്നവര് പതിവുണ്ട്. ഭാഗവതന്മാരെയൊക്കെ നമസ്കരിക്കും സമ്പ്രദായ ഭജനയിൽ. ആ സമ്പ്രദായ ഭജനയിൽ ഭാഗവതന്മാരെ നമസ്കരിക്കുമ്പോ ചൊല്ലുന്ന ശ്ലോകത്തില് പ്രഹ്ലാദ നാരദ പരാശര പുണ്ടരീക എന്നാണ് നമസ്കരിക്കുക. മനസ്സിലല്ലേ? അപ്പോ പ്രഹ്ലാദന് 1ാം സ്ഥാനം, പ്രഹ്ലാദനെ ഭക്തനാക്കിയ പ്രഹ്ലാദന്റെ ഗുരുവായിട്ടുള്ള നാരദന് 2ാം സ്ഥാനം. ഗുരുവിന് മുകളിലാണ് ശിഷ്യന്റെ സ്ഥാനം. കാരണം ഭക്തി എന്തെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണ് പ്രഹ്ലാദൻ. അതാണ് ഇവിടെ പറഞ്ഞത് നാഹം ബിഭേമി. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. കാരണം ഈ രൂപത്തിലും ഭാവത്തിലും നാമത്തിലും അല്ല ഈശ്വരൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. വ്യക്തമാണ്. അതുകൊണ്ട് എനിക്ക് അല്പം പോലും ഭയമില്ല. എന്തിന് ഭയമില്ല എന്നാ പറഞ്ഞത്? ഈ രൂപത്തെ ഭയമില്ല അത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് ഭയമേ ഇല്ല എന്ന് പറഞ്ഞില്ല. എനിക്കിപ്പോഴും ഭയമുണ്ട്. ഏതിനാണ് ഭയം? എല്ലാവരും ഏതൊരു സംസാര ചക്രത്തിൽപ്പെട്ടാണോ നട്ടം തിരിയുന്നത്, എല്ലാവരും നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ.
ഈ എല്ലാവരും ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ സംസാര ചക്രത്തിൽപ്പെട്ടിട്ടാണ്. അതിനെനിക്ക് ഭയമാണ്. ത്രസ്തോസ്മ്യഹം കൃപണവത്സലാം ദുസ്സഹോഗ്ര സംസാര ചക്ര കഥനാത് ഗ്രസതാം പ്രണീതഃ ബദ്ധസ്വകർമ്മ വിരുഷത്തമതിഘ്രിമൂലം പ്രീതോപവർഗ ശരണം വയസേ കദാനു. ത്രസ്തോസ്മി അഹം ത്രസ്തഃ അസ്മി, ഞാൻ ഭീതനാണ്. അല്ലയോ ഭക്തവത്സല, അല്ലയോ ഭഗവാനെ കൃപണവത്സല, ഞാൻ വളരെ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഏതിൽ നിന്ന്? സംസാര ചക്ര കഥനാത്. ഈ സംസാര ചക്ര ദുഃഖം, ആ ദുഃഖത്തെ അത് അനുഭവിക്കാൻ ഞാനില്ല. എല്ലാവരും അതിലാണ് പെട്ടുപോകുന്നത്, അല്ലേ? പെട്ടുപോവുക. ബദ്ധ, ബദ്ധന്മാരാണ് എല്ലാവരും. ബദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസ്കൃതത്തിൽ ബദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ബന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം, അല്ലേ? ബന്ധിക്കപ്പെട്ടവൻ എന്നാണ് ബദ്ധപ്പാട്. നമ്മൾ പറയാറില്ലേ, ഈ കാണാറില്ലല്ലോ, ഇപ്പോ സത്സംഗത്തിനൊന്നും വരാറില്ലല്ലോ, പല പല ബദ്ധപ്പാടാണ്, അല്ലേ? പറയാറില്ലേ? എന്താ ബദ്ധപ്പാട് എന്ന് പറഞ്ഞാലേ ബന്ധിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തില് ഈ ബന്ധിക്കപ്പെടുന്നത് ഏതുകൊണ്ടാണ് ബന്ധിക്കപ്പെടുന്നത്? അടുത്ത പദം പ്രഹ്ലാദൻ പറയുന്നു, സ്വകർമ്മഭിഹി. സ്വകർമ്മഭിഹി ബദ്ധഃ. ഏതിനാലാണ് ബന്ധിക്കപ്പെടുന്നത്? അവനവന്റെ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുകയാണ്. അപ്പോ ഈ ബദ്ധപ്പാടൊക്കെ ആരുണ്ടാക്കി വെച്ചതാ? നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. വേറെ ആരെയും കുറ്റം പറയണ്ട. അവരവരുടെ കർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെടുക, അവരവരുടെ ബന്ധുമിത്രാദികളാൽ ബന്ധിക്കപ്പെടുക. എത്ര 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 കയറിലാണ് നമ്മളെ പിടിച്ചു കെട്ടി, അല്ലേ? ഒരുപാട് കയറാണ്. കുന്തി മാതാവ് ഭഗവാനോട് പറയുന്നില്ലേ, സ്നേഹപാശമിമം ചിന്തി, ആ സ്നേഹക്കയറ് ഒന്ന് മുറിച്ചു തരൂ കൃഷ്ണ. ഏത് സ്നേഹക്കയറ്? ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം. ആ സ്നേഹം എന്താണ്? കയറാണ്. അതുകൊണ്ട് നമ്മളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ പിടിച്ചു കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തത്. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് സത്സംഗങ്ങൾക്കെല്ലാം പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സത്രത്തിന് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സപ്താഹത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ പ്രശ്നം? സ്നേഹക്കയറ്. ആരുടെയാ? എത്രയോ കയറാ, അല്ലേ? പേരക്കുട്ടി കയറ്, അച്ഛൻ കയറ്, അമ്മക്കയറ്, അമ്മൂമ്മ കയറ്, മുത്തശ്ശൻ കയറ്, മുത്തശ്ശി കയറ്, അല്ലേ? പിന്നെ സീരിയൽ കയറ്, അല്ലേ? എത്ര കയറാ? ഇങ്ങനെ എത്രയോ കയറിൽ നമ്മളെ ഓരോരോ ഭാഗത്തേക്കായിട്ട് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് എന്ത് പറഞ്ഞത്? ബദ്ധഃ സ്വകർമ്മഭിഹി. സ്വകർമ്മഭിഹി ബദ്ധഃ. അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മം. കാരണം കർമ്മം തന്നെയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. കാരണം കർമ്മം നിഷ്കാമകർമ്മമല്ലാതാകുന്നതോടുകൂടി അത് എന്തിന് കാരണമായി തീരുന്നു? ബന്ധത്തിന് കാരണമാകുന്നു. അത് ബന്ധനമായി തീരുന്നു. കാമ്യകർമ്മങ്ങളെല്ലാം ബന്ധമാണ്. കാരണം ആ കർമ്മവാസനകളാണ് നമ്മെ നയിക്കുന്നത് കർമ്മത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അതെല്ലാം ബാധ്യതയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അപകടത്തിൽ എന്നെ പെടുത്തരുതേ എന്നാണ് ആരുടെ പ്രാർത്ഥന? പ്രഹ്ലാദന്റെ പ്രാർത്ഥന. ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രഗദനാ ഗ്രസതാം പ്രണീതഃ ബദ്ധസ്വകർമ്മ വിരുചത്തമതേഘ്രിമൂലം പ്രീതോപവർഗ ശരണം ഹുയസേ കഥാ. എപ്പോഴാ ഭഗവാനെ? എന്ത്? നിന്റെ പാതാരവിന്ദത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാൻ പറ്റുക നിനക്ക്? ഞാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒരൊറ്റ ആഗ്രഹം എനിക്കില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്റെ ആ പാതാരവിന്ദത്തിലേക്ക് എന്നെയും കൂടി അങ്ങോട്ട് ചേർക്കണം. അതിനാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യസ്മാത് പ്രിയാപ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന. ഈ ശോകത്തിന്റെ കാരണം, ദുഃഖത്തിന്റെ കാരണം എന്താ? പ്രഹ്ലാദൻ പറയുന്നു,
എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം രണ്ട് കാരണങ്ങളാണത്ര. എന്താ പറയുന്നത്? പ്രിയാപ്രിയ വിയോഗ സയോഗം. പ്രിയപ്പെട്ടതിൻ്റെ വിയോഗവും അപ്രിയമായതിൻ്റെ സംയോഗവും. ലോകത്തുള്ള എല്ലാ ദുഃഖവും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. എല്ലാ ദുഃഖത്തിനും രണ്ട് കാരണമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം, അല്ലെങ്കിലോ പ്രിയമല്ലാത്തത് വന്നു ചേരുമ്പോഴുള്ള ദുഃഖം. അതാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, പ്രിയാപ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന സകല യോനിഷു ദഹ്യമാന. എല്ലാവരും ഇങ്ങനെ പല 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 യോനികളിൽ പെട്ടിട്ട് ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖത്തെ മാറ്റാനുള്ള ഒരേ ഒരു ഔഷധം ഏതാണെന്നാ ചോദിക്കുന്നത്. അടുത്ത വരി പറയുന്നു, ദുഃഖൌഷധം തദപി ദുഃഖമതദ്ധിയാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. ഭഗവത് പാദാരവിന്ദ ദാസ്യം, അതാണ് ദുഃഖൌഷധം. അല്ലാതെ മറ്റ് പലതും 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 ദുഃഖൌഷധമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിക്കുക. നമ്മൾ ഏതിന്റെ പിറകെയാണോ ഓടുന്നത്, ഇതിന് പരിഹാരമാണ് അതിന് പരിഹാരമാണെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓടുന്നത്. അതൊക്കെ അതദ്ധിയാണ്, തെറ്റായിട്ടുള്ള ധാരണയാണ്. തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ശാന്തനായിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ ഓടുന്നത് എവിടേക്കാ? ഇത്രയും കാലം ഓടിയിട്ട് എന്ത് കിട്ടി? എവിടെയെങ്കിലും എത്താനുള്ള ഈ ഓട്ടമാണോ ഓടുന്നത്? ഈ ഓട്ടം ഞാൻ ഓടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമോ? ശാന്തമായി ഇരുന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇവിടെ ഓർമ്മപ്പെടുത്താണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് സോഹം പ്രിയസ്യ സുഹൃദ പരദേവതായ ലീലാകഥാസ്തവ നൃസിംഹവിരിംച ഗീതാ അഞ്ജസ്തിധർമ്മ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ. ഭഗവത് പാദാരവിന്ദ ഭജനം, നിരന്തരമായിട്ടുള്ള ആ സത്സംഗങ്ങള്, അതുപോലെ തന്നെ നാമസങ്കീർത്തനം, ഭഗവത് കഥകളങ്ങനെ കേൾക്കുക, ഇതിലൂടെ മനസ്സ് പരിപൂർണമായിട്ടും ഭഗവാനിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കടമ്പകളെയും കടന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് എത്താം. ആ ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് പറയാനുള്ളത്. നമ്മൾ പറയും, കുട്ടികളുടെ ആശ്രയം ആരാ? കുട്ടികളുടെ രക്ഷിതാവാരാ? ആരാ? അച്ഛനും അമ്മയും, അല്ലേ? അപ്പൊ നമ്മൾ പറയും കുട്ടികളുടെ രക്ഷിതാവാരാ? അച്ഛനും അമ്മയും. ഒരു രോഗിയെ രക്ഷിക്കുന്നത് ആരാ? ഡോക്ടർ. പ്രഹ്ലാദൻ പറയുന്നു, അല്ല. ബാലസ്യ നേഹശരണം പിതരോ നൃസിംഹ നാർത്തസ്യ ചാഗതം ഉദന്വതി മഞ്ചതോ നൗ തപ്തസ്യ തത് പ്രതിവിധിർയ ഇഹാംജസേഷ്ട താവത് വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം. ബാലസ്യ നേഹശരണം പിതരോ നൃസിംഹ. അല്ലയോ നൃസിംഹ, കുട്ടിയുടെ രക്ഷിതാവ് അച്ഛനമ്മമാരല്ല. അച്ഛനമ്മമാരാണ് രക്ഷിതാവെങ്കിൽ അച്ഛനമ്മമാർ വിചാരിച്ചാൽ കുട്ടിയെ രക്ഷിക്കാൻ പറ്റണ്ടേ? പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അച്ഛനും അമ്മയും കൂടെ എത്രയോ ബന്ധുമിത്രാദികളൊക്കെ ചുറ്റുമുണ്ടായിട്ടും എത്ര കുട്ടികൾ പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു, എത്ര കുട്ടികൾ വഴിതെറ്റി പോകുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണോ? അച്ഛനും അമ്മയും വിചാരിച്ചാൽ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആരുടെ കാരുണ്യം വേണം? ഭഗവാന്റെ കാരുണ്യം, ഈശ്വരന്റെ കാരുണ്യം വേണം. ആ ഈശ്വരന്റെ കാരുണ്യമാണ് ആത്യന്തികമായിട്ടുള്ളത്. അച്ഛനമ്മമാർ അതിൻ്റെ ഒരു ഉപാധി മാത്രം. ഒരേ രോഗം 20 രോഗികൾ, ഒരേ ഡോക്ടർ 20 രോഗികളെയും ചികിത്സിക്കുന്നു. 20 രോഗികൾക്കും ഒരേ മരുന്ന് ആര് കൊടുത്തു? ഡോക്ടർ കൊടുത്തു. 16 പേര് മരിച്ചുപോയി, 4 പേര് രക്ഷപ്പെട്ടു. അപ്പൊ ഈ രോഗികളുടെ രക്ഷിതാവ് ഡോക്ടറാണോ? ആണോ? അല്ല. അപ്പൊ വൈദ്യൻ ഡോക്ടർ വിചാരിച്ചാലും രോഗി രക്ഷപ്പെടണമെങ്കിൽ സാക്ഷാൽ വൈദ്യനാഥനായിട്ടുള്ള ധന്വന്തരി മൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെ നിശ്ചയിക്കണം. എത്രയോ വർഷങ്ങളായിട്ട് സർജറി ചെയ്ത്
സർജറിയിൽ തന്നെ കുലപതിയായിട്ടുള്ള ഡോക്ടർ ബന്ധുമിത്രാദികളോട് ഓപ്പറേഷൻ തൊട്ട് മുൻപേ പറയും, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, ഇതൊക്കെ ചെയ്യുന്നത് ഭഗവാനാ, ഇതൊന്നും എൻ്റെ കയ്യിലല്ല അല്ലെ, ഇതൊന്നും എൻ്റെ കയ്യിലല്ല എന്ന് ആരാ പറയുന്നത്? എത്രയോ 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 എത്രയോ. തിരുവനന്തപുരത്ത് ഒരു ഭാഗവത സപ്താഹത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കൊട്ടാരക്കരയിലുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം 1.5 ലക്ഷം ഓപ്പറേഷനോ മറ്റോ നടത്തിയിട്ട് റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡ്. ഓപ്പറേഷനിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഡോക്ടർ വേദിയിൽ സപ്താഹം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം പറയാണ്, ഇപ്പോഴും ഓരോ ഓപ്പറേഷന് മുമ്പും എല്ലാ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രോഗികളോടും പറയും, അതുപോലെ തന്നെ ബന്ധുക്കളോടും പറയും, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. കാരണം പ്രാർത്ഥന കൊണ്ടാണ് യഥാർത്ഥത്തിൽ രോഗം ഭേദമാകുന്നത്. പ്രാർത്ഥനയുടെ ശക്തി ഒരു മരുന്നിനും ഇല്ല. രക്ഷിതാക്കള് കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം, അതുപോലെ തന്നെ ഒരു ഡോക്ടറായാൽ രോഗികളെ ചികിത്സിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവത് കാരുണ്യമാണ് വേണ്ടത്. താവത് വിഭോ തനുഭൃതാം ത്വദുപേക്ഷിതാനാം തനുഭൃതാം എന്ന് വെച്ചാൽ ഭഗവാൻ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ലോകത്തില് രക്ഷിക്കാൻ സാധ്യമല്ല, ഉറപ്പിച്ച് പറയാം. കാരണം ഇതൊക്കെ ഭഗവാന്റെ നിയന്ത്രണം. യസ്മിൻ യതോ യർഹി യേന ച യസ്യ യസ്മാത് യസ്മൈ യഥാ യദു യസ്തപരഃ പരോവ, എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ മായയിലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. മായാ മനസ്സൃജതി, എല്ലാം സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെയല്ലേ. ഭഗവാന്റെ മായ നമ്മൾ തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാം. ഭഗവാന് സൃഷ്ടിയും സ്ഥിതി സംഹാരം ഒന്നുമില്ല. കാരണം നിർഗുണനായിട്ടുള്ള ഭഗവാന് എന്ത് സൃഷ്ടി, എന്ത് സ്ഥിതി, എന്ത് സംഹാരം ഒന്നുമില്ല. പിന്നെ മായാഗുണം ആവശ്യ, മായയെ സ്വീകരിച്ച് ആ മായയുടെ ഗുണങ്ങളായിട്ടുള്ള സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഭഗവാൻ തന്നെ നിർവഹിക്കുന്നത്. ആ ഭഗവത് കാരുണ്യത്തിന്റെ മുന്നിൽ ഞാനിതാ നമസ്കരിക്കുന്നു. പിന്നെ ശക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള ശക്തിയും അധികാരവും ഒക്കെയാണ് കേമത്വം എന്ന് പലരും തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോ വ്യക്തമായിട്ട് ഇത് ലോകത്തിന് ഭഗവാൻ തന്നെ കാട്ടിക്കൊടുത്തു. ഒരു ശക്തി ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താ? തൻ്റെ പുരികക്കൊടി ഒന്ന് ചലിപ്പിച്ചിട്ട് ലോകത്തെ വിറപ്പിച്ച ആളാണ് ഇവിടെ ചത്തു കിടക്കുന്നത് എൻ്റെ മുന്നിൽ, അല്ലേ? ആര്? ഹിരണ്യകശിപു. സൂര്യചന്ദ്രന്മാരെ പോലും തൻ്റെ വിരൽത്തുമ്പില് നിക്കട അവിടെ എന്ന് പറഞ്ഞാൽ നിന്നോളണം. സൂര്യചന്ദ്രാദികൾ പോലും, ഗ്രഹനക്ഷത്രാദികൾ പോലും, ഇങ്ങനെ സകല ലോകത്തെയും വിറപ്പിച്ച, പുരികക്കൊടി കൊണ്ട് ലോകത്തെ ഭരിച്ച, ത്രിലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച ഇതാ വീണ് കിടക്കുന്നു, ചത്തു കിടക്കുന്നു, ഇല്ലേ? അപ്പൊ ഇതിലൊന്നും അഹങ്കരിക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ കേമനാണ്, ഞാൻ ലോകത്തിന്റെ നാഥനാണ്, ഞാൻ ത്രിലോകാധീശ്വരനാണ്. എന്തൊക്കെയായിരുന്നു അഹങ്കാരം! ഒരൊറ്റ നിമിഷം കൊണ്ട് അതൊക്കെ തകർന്ന് തരിപ്പണമായില്ലേ? അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് ഇവിടെ. ദൃഷ്ടാമയാദി വിഭോഗിലധിഷ്ണ്യപാനാം ആയുശ്രിയോ വിഭവ ഇച്ഛതിയാഞ്ജനോയം യസ്മത് പിതു കുപിതഹാസം വിജൃംഭിത ഭ്രൂവിസ്ഫൂർജിതേന ലുളിതാ. ഭ്രൂവിസ്ഫൂർജിതേന എന്ന് പറഞ്ഞാൽ അല്ലെ, ആ പുരികത്തിന്റെ ആ ചലനം കൊണ്ട് തന്നെ ദേവന്മാരെ വിറപ്പിച്ചു അത്രേ. എന്നിട്ടോ ആ വിദ്വാൻ ദേ കിടക്കുന്നു, സതുതേ നിരസ്ത. അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കണ്ട. എനിക്ക് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും യാതൊരു ആഗ്രഹവും ഇല്ല. കുത്രാശിഷശ്രുതി സുഖ മൃഗതൃഷ്ണിരൂപ ക്വേദം കളേവരം അശേഷരുജാം വിരോഹ. എന്താണ് നമ്മൾ സുഖം സുഖം എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കുത്രാശിഷശ്രുതി സുഖ. ഈ ലൗകിക ബാഹ്യ സുഖങ്ങൾ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഏതുപോലെയുള്ളൂ? മൃഗതൃഷ്ണിരൂപ, വെറും മരുമരീചിക പോലെ മാത്രമാണ്.
വെറും മരീചികയാണതൊക്കെ. അതൊന്നും ആരും അത് കണ്ടിട്ട് ഭ്രമിക്കേണ്ട കാര്യമേ ഇല്ല. അറിവുള്ളവരെ അതിലൊന്നും ഭ്രമിക്കാതെ നിർവിദ്യതയെ നിർവിണ്ണരായിത്തീരുന്നു, വിരക്തരായിത്തീരുന്നു. ഇതൊക്കെ നശ്വരമാണ് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നു. നിർവിദ്യതേ നതുജനോ യദപീതി വിദ്വാൻ. ചിലര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും അറിയാതെ പോലെ പശ്യന്നപി ന പശ്യതി, ഇതൊക്കെ കണ്ടിട്ടും കാണാത്തതുപോലെ കഴിയുന്നു. അവര് പെടാപ്പാട് പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു ഈ ബാഹ്യ ലൗകിക സുഖഭോഗങ്ങളിലൊന്നും അല്പം പോലും ഭ്രമിക്കരുതേ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്വാഹം രജഃപ്രഭവൈശ തമോദികേസ്മിന് ജാതസുരേതരകുലേ ക്വ തവാനുകമ്പ. പ്രഹ്ലാദൻ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, എന്തൊരു സുകൃതമാണ് ഞാൻ ചെയ്തത്. കാരണം വെറുമൊരു അസുര ബാലകനല്ലേ ഞാൻ. അസുരബാലകനായിട്ടുള്ള എന്നോട് ഭഗവാൻ കാണിച്ച കാരുണ്യം എവിടെ എന്നാ ചോദിക്കുന്നത്. ക്വ തവാനുകമ്പ, നിന്റെ കാരുണ്യം എവിടെ? കാരണം ആർക്കും ലഭിക്കാത്തൊരു മഹാഭാഗ്യം. അടുത്ത വരി പറയാണ്, ന ബ്രഹ്മണോ നദുഭവസ്യ നവൈരമായ. ന ബ്രഹ്മണോ നദുഭവസ്യ നവൈരമായ. ബ്രഹ്മാവിനോ മഹാദേവനോ എന്തിന് മഹാലക്ഷ്മിക്ക് പോലും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. എന്താ അത്? ആ ഭഗവാന്റെ താമര കൈകൾ രണ്ടും എൻ്റെ ശിരസ്സിൽ അങ്ങോട്ട് വെച്ചു. എന്നേർപ്പിത, എൻ്റെ ആ ശിരസ്സിലെ അർപ്പിക്കല്ലേ ചെയ്തത്. പത്മകര പ്രസാദ, ആ താമര കൈകൾ എൻ്റെ ശിരസ്സിൽ അങ്ങോട്ട് വെച്ച് അനുഗ്രഹിച്ചില്ലേ. അസുരക്കുട്ടിയായിട്ടുള്ള എന്നെ ആ രണ്ട് കൈകളും ശിരസ്സിൽ വെച്ചിട്ട് അനുഗ്രഹിക്കാൻ മനസ്സ് കാണിച്ചില്ലേ. ആ ഭഗവാന്റെ കാരുണ്യത്തിന്റെ മുന്നില് മറ്റെല്ലാം നിഷ്പ്രഭമല്ലേ ഭഗവാനെ. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് നിന്നോട് ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നുമില്ല. എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ല. പിന്നെ അത് തരണേ ഇത് തരണേ എന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്തിയല്ല എന്ന് പ്രഹ്ലാദൻ അതിന് ശേഷം പറയും നമ്മളോട്. ഭഗവാനോട് തന്നെ നേരിട്ട് പറയും. സംസേവയാ സുരതരോരിവതേ പ്രസാദ സേവാനുരൂപമുദയോ നപരാവരത്വം. ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ സാമീപ്യം, സാന്നിധ്യം, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതേതുപോലെ സുരതരോരിവതേ പ്രസാദ, കൽപ്പവൃക്ഷം പോലെയാണ് ആ ഭഗവത് പ്രസാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭഗവത് അനുഗ്രഹത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അത് തരണേ ഇത് തരണേ എന്നിങ്ങനെ ഭഗവാനോട് ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. എനിക്ക് ലഭിച്ച ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് സുരർഷിയായ ദേവർഷിയായ നാരദരിൽ നിന്ന് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നാരദരിൽ നിന്ന് എന്താണോ വേണ്ടത് അത് ലഭിച്ചതുകൊണ്ട് എനിക്ക് നിന്റെ പാദാരവിന്ദ ഭജനം വിട്ടിട്ട് ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ സാധ്യമല്ല. ഉറപ്പിച്ചു പറയാം. കൃത്വാത്മസാ സുരഷിണ ഭഗവൻ ഗൃഹീത സോഹം കഥം വിസൃജേ തവ ഭൃത്യസേവാം. അഹം കഥം വിസർജ എന്നാ ചോദിക്കുന്നത്. എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും നിന്റെ പാദാരവിന്ദ ഭജനം? സാധ്യമേ അല്ല. പിന്നെ നീ ഓടി വന്നത് എന്തിനാണ്? എൻ്റെ അച്ഛനെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. പറയാണ് പ്രഹ്ലാദൻ, മത്പ്രാണരക്ഷണം അനന്തപിതുർവധശ്ച. എൻ്റെ പ്രാണനെ രക്ഷിച്ചതും എൻ്റെ അച്ഛനെ നിഗ്രഹിച്ചതും രണ്ടും എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിനു വേണ്ടിയാ? നേരത്തെ ആ നരസിംഹാവതാരത്തിൽ നമ്മൾ കേട്ടില്ലേ, സത്യം വിധാതും നിജഭൃത്യഭാഷിതും. ഭക്തന്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. മന്യേ സ്വഭൃത്യ ഋഷിവാക്യം ഋതം വിധാതും.
ഋഷിവാക്യമൃതം വിധാതും, ഋഷിയുടെ വാക്യത്തെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഋഷിവാക്യം തന്നെയാണ് അല്ലേ? തുടക്കം നോക്കിയാൽ മതി. കശ്യപ പ്രജാപതി ദിതിയെ ശപിച്ച വാക്ക് സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ആ വാക്ക് സത്യമാക്കാൻ, കശ്യപ പ്രജാപതിയുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് ആണോ? അല്ല. പിന്നെ സനകാദികള് ആരെ ശപിച്ചു? ആരെ? ജയവിജയന്മാരെ ശപിച്ചു. അപ്പൊ ആ സനകാദികളുടെ വാക്ക് സത്യം വിധാതും നിജഭൃത്യഭാഷിതം. സനകാദികളുടെ വാക്ക് ഋതം വിധാതും, സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. നാരദരുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് കൊടുത്ത വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലോ ഭഗവാന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട്. എന്താ ഭഗവാന്റെ വാക്ക്? നമേ ഭക്ത പ്രണശ്യതി. ഇങ്ങനെ ഭക്തന്റെ വാക്കും ഭഗവാന്റെ വാക്കും സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വന്നു. ഖഡ്ഗം പ്രഗൃഹ്യ യദാവോചത് അസദ്വിദിത്സുഹു ത്വാമീശ്വരോ മതപരോവതുകം ഹരാമി. വാളൊക്കെ വലിച്ചു ഊരിക്കൊണ്ട് എന്തായിരുന്നു എന്റെ അച്ഛന്റെ അട്ടഹാസം? ക്വാസോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോഹോ കർണോ സമാചൂർണയന്, തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വന്നില്ലേ, ലോകത്തെ വിറപ്പിച്ചുകൊണ്ട്. അതൊക്കെ നിന്റെ ഒരു അദ്ഭുത അനുഗ്രഹം തന്നെയാണ് എന്നും അവിടെ പറഞ്ഞു. പിന്നെ ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായതും ആ ബ്രഹ്മാവിന്റെ ഉത്പത്തിയും പിന്നീട് ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ അവിടെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്ക് മനസ്സ് ഏകാഗ്രമാക്കി നിർത്താനുള്ള ഒരനുഗ്രഹം. കാരണം മനസ്സാണ് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണ്ടേ? നിൽക്കുന്നില്ല. കാരണം ഓരോരോ വിഷയങ്ങള് ഇന്ദ്രിയങ്ങളെ പിടിച്ച് വലിക്കുക. ജിഹ്വൈകതോച്യുത വികർഷതി മാ വിതൃപ്ത ശിഷ്ണോന്യതസ്തുകതരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യതശ്ച പരദൃക്വജ കർമ്മശക്തി ബഹ്യസപത്നേവ ഗേഹപതിം ലുനന്തി. കുറെ വിവാഹം ചെയ്ത ഒരു ഗൃഹസ്ഥനെ ഓരോരോ ഭാര്യമാര് അവരവരുടെ ബെഡ്റൂമിലേക്ക് പിടിച്ച് വലിക്കുന്ന പോലെ ബഹ്യസപത്നൈവ ഗേഹപതിം ലുനന്തി. ഓരോരോ വിഷയങ്ങള് ഓരോരോ ഇന്ദ്രിയങ്ങളെ പിടിച്ച് വലിക്കുകയല്ലേ. അങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ നിന്നും ആ ഇന്ദ്രിയങ്ങളെയൊക്കെ മുക്തമാക്കിക്കൊണ്ട് ഭഗവത് പാദാരവിന്ദത്തിൽ ഉറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അഷ്ടാംഗ യോഗത്തിൽ അതിന് പ്രത്യാഹാരം, ധാരണ രണ്ടെണ്ണമാണ്. ആണ് ഇവിടെ പറഞ്ഞത്. പ്രത്യാഹാരത്തിലൂടെയും ധാരണയിലൂടെയും ഉറപ്പിക്കണം മനസ്സ് ഭഗവാനില്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലൈംഗിക സുഖഭോഗങ്ങളിൽ നിന്നും ഭ്രമിച്ചു പോകരുത്. അത് ഏതുപോലെയാണ്? അത് വെറും ചൊറിച്ചില് പോലെയാണ്. ചൊറിയുന്നില്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും ചൊറിച്ചിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചൊറിയാൻ തുടങ്ങും. നല്ല ചൊറിയാൻ തുടങ്ങുമ്പോൾ നല്ല സുഖമായിരിക്കും. ആ സുഖാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക, ചൊറിയാൻ തുടങ്ങുക. ചൊറിഞ്ഞിട്ടോ കുറച്ച് കഴിയുമ്പോഴാണ് പൊട്ടി ചോര ഒഴിക്കുന്നുണ്ടാവും. അതെന്തായി? അത് വ്രണമായിട്ട് തീരും. ആദ്യം എന്തൊരു സുഖമായിരുന്നു ചൊറിയാൻ അല്ലേ? എൻ മൈഥുനാതി ഘ്രമേതി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം. അത് കണ്ടൂയനം എന്നാണ്. കണ്ടൂയനം എന്ന് പറഞ്ഞതാ ചൊറിച്ചില് പോലെയാണ്. അത് ഭ്രമിച്ചു പോകരുത്. ഈ സകല ഇന്ദ്രിയ സുഖങ്ങളും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ലൈംഗിക സുഖങ്ങളൊക്കെ വെറും ഈ ഒരു തുച്ഛ സുഖമാണ്. അതിലൊന്നും ഭ്രമിക്കരുത്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. അതിലൊന്നും ഭ്രമിക്കരുത്. ഭഗവത് ആരാധന എങ്ങനെ ആരാധന? മൗനോ വ്രതശ്രുതതപോധ്യയന സ്വധർമ്മ വ്യാഖ്യാ രഹോ ജപ സമാധയ ആപവർഗ്യ. എല്ലാം ആപവർഗ്യാഹാണ്. ആപവർഗ്യം എന്ന് പറഞ്ഞ അർത്ഥം അപവർഗത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. ഏതൊക്കെയാണ്? മൗനവ്രത ശ്രുത തപ അധ്യയന സ്വധർമ്മ വ്യാഖ്യ രഹോ ജപ സമാധയ. എല്ലാം ഏതിലേക്ക് നയിക്കുന്നു? മോക്ഷത്തിലേക്ക്, അപവർഗത്തിലേക്ക്,
നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് മനസ്സിനെ ഭഗവത് പാദത്തിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആ 9 സോപാനങ്ങള്, അതില് 6 സോപാനങ്ങളെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടാണ് തത്തേ അർഹത്തമ സ്തുതി നമസ്തുതി കർമ്മപൂജ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതോ ലഭേത. അതിൽ 6 സോപാനങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഭക്തിം ജന പരമഹംസഗതോ ലഭേത. തനിക്ക് ഭക്തി ഉണ്ടാകണമെന്ന് പറഞ്ഞോ ഇല്ല. കാരണം പ്രഹ്ലാദൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ത്? തനിക്ക് ഏത് ഭക്തിയാണോ വേണ്ടത് ആ ഭക്തി തന്നില് ഇഷ്ടം പോലെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അതുകൊണ്ട് പ്രഹ്ലാദന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്. ആരാണോ ഭഗവത് വിമുഖന്മാര്, ഭക്തിയെക്കുറിച്ച് അറിയാതെ, ഭഗവാൻ മഹിമയറിയാതെ ഇപ്പോഴും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്, സംസാര ചക്രത്തിൽ നട്ടം തിരിഞ്ഞ് നടക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നത്. വിമുഖചേതസഹ എന്നാ പറഞ്ഞത്. ഭഗവത് പാദാരവിന്ദ വിമുഖന്മാര്, ആ വിമുഖന്മാരെ ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലയോ നരസിംഹമൂർത്തി എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാനുള്ളത്. ആ പ്രാർത്ഥന എല്ലാവർക്കും ഭക്തി ഉണ്ടാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ചു. പ്രഹ്ലാദൻ എപ്പോഴും അങ്ങനെയാണ്. പ്രഹ്ലാദന്റെ പ്രാർത്ഥന നമ്മൾ പഞ്ചമസ്കന്ധത്തിലും കണ്ടിട്ടുണ്ടാവും. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലഃ പ്രസീദതാം. സ്വസ്ത്യസ്തു വിശ്വസ്യ, ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രഹ്ലാദന്റെ പ്രാർത്ഥന എന്താണ്? ലോകത്തിന് നന്മയുണ്ടാകണമേ എന്ന. സ്വസ്ത്യസ്തു വിശ്വസ്യ, ഇത് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഭാരതത്തിന്റെ പ്രാർത്ഥന ഇതാണ്. ഭാരതത്തില് തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവേ ഭവന്തു സുഖിനഃ. ഇതേ ഉള്ളൂ ഭാരതത്തിന്റെ പ്രാർത്ഥന. അത്രയും ഉദാത്തമായൊരു പ്രാർത്ഥനയാണ്. പ്രഹ്ലാദൻ സ്തുതിച്ച് നമസ്കരിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, ക്രോധമെല്ലാം അടങ്ങി ശാന്തനായ ഭഗവാൻ യതമന്യുരഭാഷത, യതമന്യു എന്ന് പറഞ്ഞു. ക്രോധമെല്ലാം നീങ്ങിയ നരസിംഹസ്വാമി പ്രഹ്ലാദനോട് പറഞ്ഞു, ഉണ്ണി പ്രഹ്ലാദ, വരങ്ങൾ ചോദിച്ചോളൂ, ഇഷ്ടം പോലെ വരങ്ങള്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. നിനക്കിങ്ങനെ വരങ്ങളൊക്കെ വാരിക്കോരി തരാനായിട്ട് ഇങ്ങനെ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ. അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, അത് ശരി, അപ്പൊ പിന്നെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേട്ടില്ല എന്നുണ്ടോ? ഞാൻ ഇത്രയും സമയമായിട്ട് എന്താ പറഞ്ഞത്? എനിക്കിങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ തോന്നാതിരിക്കാൻ അനുഗ്രഹിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്നെ പ്രലോഭിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. പ്രഹ്ലാദൻ പറഞ്ഞു, മാം പ്രലോഭയ, മാം പ്രലോഭയ, എന്നെ പ്രലോഭിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. പിന്നെ അത് മാത്രമല്ല, ഭഗവാനെ സ്തുതിച്ച്, ഗംഭീരായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ട് എന്നിട്ടേ ഇന്ന കാര്യങ്ങളൊക്കെ തരാൻ വേണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുക. ഇത് ഒരു ഭക്തിയാണോ? ഇത് ഭക്തിയല്ല അത്ര. ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചിട്ട് അത് തരണേ ഇത് തരണേ എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുന്നവൻ ഭക്തനല്ല. നചസഭൃത്യ സവൈ വണിക്, അവൻ ഭക്തനല്ല. അവൻ ആരാണ്? അവൻ കച്ചവടക്കാരനാണ്. പ്രഹ്ലാദൻ ശരിക്കും വ്യക്തമായിട്ട് പറയുന്നു, വണിക് എന്ന് പറഞ്ഞു. വ്യാപാരിയാണ്. അപ്പോ ഭഗവാനോട് അത് തരണേ ഇത് തരണേ എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്തല്ല? ഭക്തിയല്ല, അതൊരു കച്ചവടമാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും വേണ്ട എന്നാണ് ഞാൻ വീണ്ടും നിന്നോട് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നത്. ഒന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ വീണ്ടും ഭഗവാൻ നിർബന്ധിച്ചു, അങ്ങനെ ആയാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു വരം എന്നോട് ചോദിച്ചേ പറ്റൂ, എന്തെങ്കിലും ഒരു വരം നീ എന്നോട് ചോദിക്കണം. ശരി,
ഭഗവാന്റെ നിർബന്ധം സഹിക്കവയ്യാതെ പ്രഹ്ലാദൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്താ അത്? സ്വന്തം സഹോദരനെ നിഗ്രഹിച്ചു എന്ന പേരിൽ ഭഗവാനെ ഏറ്റവും വെറുത്ത, ഭഗവാനോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ എൻ്റെ അച്ഛനുണ്ടല്ലോ, ആ അച്ഛന് ദുർഗതി ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രഹ്ലാദന്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ആളാണ് അച്ഛൻ. പല പല വധശ്രമങ്ങളും നടത്തിയ ആളാണ്. എന്നിട്ടിപ്പോ ആ അച്ഛന് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്, അച്ഛന് സദ്ഗതി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് നീ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം എപ്പോഴാണോ നിനക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടായത്, അപ്പൊ തന്നെ നിന്റെ പ്രഹ്ലാദ 21 തലമുറ മുന്നോട്ടും പിന്നോട്ടും നിന്റെ വംശത്തിൽ ആർക്കും ഇനി ദുർഗതിയില്ല. ത്രിസപ്തഭി പിതാപൂതഃ പിതൃഭിഃ സഹതേ അനഘ. ഹേ അനഘ എന്നാ വിളിച്ചത്. അല്ലയോ പാപരഹിതനായ പ്രഹ്ലാദ, നിന്റെ വംശത്തില് 21 തലമുറ മുന്നോട്ടും പിന്നോട്ടും ആർക്കും ദുർഗതിയില്ല. അനുഗ്രഹിച്ചു. രാജ്യഭാരമൊക്കെ ഏറ്റെടുക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് യാത്രയായി. ബ്രഹ്മാവ് ഭഗവാൻ ശാന്തനായി എന്ന് കണ്ടപ്പോ മെല്ലെ മുന്നോട്ട് വന്നു ഭഗവാന്റെ മുന്നിൽ. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എന്തൊരു ഷാർപ്പ് ടൈമിംഗ് ആയിരുന്നു എന്നറിയാം അല്ലേ? ആ തൂണിൽ നിന്നേ കൃത്യസമയത്ത് പുറത്തു വന്നത് ഗംഭീരായി. ആ സമയത്തോ മറ്റേ പുറത്ത് വന്നില്ലെങ്കിൽ ഈ പ്രഹ്ലാദന്റെ സ്ഥിതി എന്തായി പോയേനെ? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? കാരണം എന്റെ സൃഷ്ടികളെ കൊണ്ട് ഒന്നും മരണമില്ല എന്ന് ഞാൻ തന്നെ വരം കൊടുത്തു പോയില്ലേ? ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവേ, നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഈ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ആരാ? നീ തന്നെ. ഇനി ഇത് ആവർത്തിക്കരുത്. ആളെ നോക്കാതെ വരം കൊടുത്ത് വഷളാകരുത്. അഹീനാം അമൃതം യഥ, പാമ്പിന് പാല് കൊടുക്കുന്ന പോലെ അരുത് എന്ന് ബ്രഹ്മാവിനൊരു വാണിംഗ് കൊടുത്തു. അതും കഴിഞ്ഞ് പിന്നീട് ഇതിപ്പോ ബ്രഹ്മാവിന് പറ്റിയ ഒരു അബദ്ധം, അല്ലെങ്കിൽ ബ്രഹ്മാവിന് വരം കൊടുത്തിട്ട് പറ്റിയ അബദ്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഒരു കഥ, മറ്റൊരു കഥയുണ്ടല്ലോ. അതേതാ? മഹാദേവന് പറ്റിയ അബദ്ധം. മഹാദേവന് പറ്റിയ ഒരു അബദ്ധമുണ്ട്. അത് ശരി. അപ്പൊ അതൊന്ന് കേൾക്കണല്ലോ എന്ന് പറഞ്ഞപ്പോ, പണ്ട് മഹാദേവന് ത്രിപുരന്മാരെ നശിപ്പിക്കാൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, സഹായം കൊണ്ടാണ് എന്ന് ആ ത്രിപുരന്മാര്, 3 അസുരന്മാര് അസുരശില്പിയായിട്ടുള്ള മയനെ കൊണ്ട് ഇരുമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഓരോ വിമാനം നിർമ്മിക്കുന്നതും, ആ വിമാനത്തില് കെങ്കേമായിട്ടുള്ള വിമാനമാണ്. നമ്മുടെ ആ സൗഭം എന്നുള്ള വിമാനത്തെ കുറിച്ച് പറയുന്നില്ലേ, അതുപോലത്തെ വിമാനമാണ്. സൗഭം എന്നുള്ള വിമാനത്തെ കുറിച്ച് പറയുന്നില്ലേ, ക്വചിത് ഭൂമോ ക്വചിത് വായു, ഭൂമിയിലും വായുവിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ പറ്റുന്ന വിമാനം. ഇന്നത്തെ ലേറ്റസ്റ്റ് വിമാനത്തിന്റെ കാര്യം പറയുന്നു. എയറോനോട്ടിക് സയൻസിലെ ഇന്നത്തെ ലേറ്റസ്റ്റ് വിമാനത്തെ കുറിച്ചാണ് ഭാഗവതത്തിൽ പറഞ്ഞ സൗഭം. ഇവിടെ ആ ത്രിപുരന്മാരുടെ വിമാനവും കെങ്കേമായിട്ടുള്ള വിമാനമായിരുന്നു. അപ്പോ ശിവഭക്തന്മാരായിട്ടുള്ളവര് ബ്രഹ്മാവിനെ സേവിച്ചു, പ്രത്യക്ഷപ്പെടുത്തി. ശിവനല്ലാതെ മറ്റാരും തന്നെ കൊല്ലരുത്. കാരണം ഒരിക്കലും അത് സാധിക്കില്ല. കാരണം എന്താ? ശിവഭക്തന്മാരാണ് ഇവര്. അതുകൊണ്ട് ആര് കൊല്ലില്ല? ശിവൻ ഒരിക്കലും കൊല്ലില്ല. ആ ധൈര്യത്തില് വരം വാങ്ങിക്കുന്നതും അഹങ്കാരികളായിട്ട് അവര് ത്രൈലോക്യത്തെ മുഴുവൻ ദ്രോഹിക്കുന്നതും, അവസാനം ദേവന്മാരും മഹർഷിമാരും എല്ലാവരും കൂടി നിവൃത്തിയില്ലാതെ ഭഗവാനെ കണ്ടു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, നിവൃത്തിയില്ല, രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അപ്പൊ തന്നെ ഒരു ബൗദ്ധ സന്യാസിയുടെ വേഷം കെട്ടി നേരെ ആ ത്രിപുരന്മാരുടെ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൽത്തറയിലാണത്രേ, അവിടെ ചെന്നു. എന്നിട്ട് മഹാദേവനെ കുറെ അങ്ങട് ചീത്ത വിളി, മഹാദേവനെ കുറിച്ച് ആ താണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ശിവന്റെ ദോഷങ്ങളെ കുറിച്ച് കുറെ അങ്ങട് പ്രസംഗിച്ചു. അവര് നിരന്തരമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ആ ശിവനിൽ വിശ്വാസമില്ലാതാക്കി തീർക്കാൻ
സാധിച്ചു. ആ വാക് സാമർഥ്യം കൊണ്ടാണ്. അതുകൊണ്ട് അവർ പൂജിച്ചിരുന്ന സകല ശിവലിംഗങ്ങളെയും അവർ തന്നെ എടുത്ത് പൂർണ്ണമായിട്ടും എല്ലാം എടുത്ത് തട്ടി പൊട്ടിച്ച് നശിപ്പിച്ചു. അതോടുകൂടിയിട്ട് ക്ഷിപ്ര പ്രസാദിയായിട്ടുള്ള മഹാദേവൻ, ക്ഷിപ്രകോപിയായ മഹാദേവൻ അതോടുകൂടി ദേഷ്യപ്പെട്ടു. യുദ്ധത്തിനായിട്ട് ധ്രുവന്മാരെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. യുദ്ധത്തിൽ അങ്ങനെ അസുരന്മാർ കൂട്ടം കൂട്ടായിട്ട് അങ്ങോട്ട് മരിച്ചു വീഴുന്നത് കണ്ടപ്പോ അസുര ശില്പിയായിട്ടുള്ള മയനെ കൊണ്ട് ഒരു സിദ്ധജലം നിറച്ച ഒരു കുളം അങ്ങോട്ട് ഉണ്ടാക്കി. മരിച്ച അസുരന്മാരുടെ ദേഹം ആ വെള്ളത്തിൽ മുക്കിയാൽ അപ്പൊ തന്നെ ജീവിച്ചു വരും. ഇതിങ്ങനെ കൂടി വരും. എത്ര കൊന്നിട്ട് നിർത്തിയില്ല. കാരണം കൊല്ലുന്നതിനെ ഇരട്ടിയായിട്ട് ഇങ്ങനെ വീണ്ടും 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 ജനിച്ചു വരികയല്ലേ. അവസാനം ഭഗവാൻ തന്നെ ഒരു പശുവിന്റെ രൂപത്തിൽ ചെന്ന് ആ കുളത്തിലെ വെള്ളം കുടിച്ചങ്ങോട്ട് വറ്റിച്ച് പിന്നീടാണ് ഈ ത്രിപുരന്മാരെ ദഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ സാധിച്ചത്. അങ്ങനെ ഭഗവാൻ തന്നെ നേരിട്ട് ചെന്നിട്ടാണ് ആ ത്രിപുരദഹനം നടത്തിക്കൊടുത്തത് എന്നുള്ള ആ ത്രിപുരദഹനം കഥ കൂടി പറഞ്ഞുകൊണ്ടാണ് ആ 10ാമത്തെ അധ്യായം പൂർണ്ണമാകുന്നത്. അല്ലയോ ധർമ്മപുത്രരെ, അങ്ങ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഇവിടെ വിസ്തരിച്ച് പറഞ്ഞത്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ എന്ന് രാജസൂയ യജ്ഞശാലയിൽ വെച്ച് ധർമ്മപുത്രരോട് നാരദര് ചോദിക്കുകയാണ്. പ്രഹ്ലാദന്റെ ആ ഒരു സ്തുതിയും ത്രിപുരദഹനവും ഈ ഒരു 2 വിഷയങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള സമയത്ത് ഒന്ന് സ്പർശിച്ചു. കൂടുതൽ വിസ്തരിക്കേണ്ടത് പ്രഹ്ലാദ സ്തുതി ആയതുകൊണ്ടാണ് അത് കൂടുതൽ വിസ്തരിച്ചത്. എന്നാലും പകുതി ശ്ലോകങ്ങൾ പോലും വ്യാഖ്യാനിച്ച് കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാനുണ്ട്. താത്വികമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ. എന്നാലും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. ശ്രീമദ് ഭാഗവതേ പ്രഹ്ലാദകൃത ഭഗവസ്തുതി തഥാ ത്രിപുരദഹനമിതി വിഷയഃ. അത്ര ഭഗവതഃ കാരുണ്യേന കിം കിം സിദ്ധ്യതി, ഭഗവത് ഭക്തേഃ കിം പ്രാധാന്യമസ്തി, ഭക്തിഃ കഥം അത്യന്തം പ്രാധാന്യമാവഹതി ഇതി പ്രഹ്ലാദഃ അസ്മാൻ പാഠയതി. ഉത്തമ ഭക്തേഃ മകുടോദാഹരണം അസ്തി പ്രഹ്ലാദഃ. പ്രഹ്ലാദസ്യ ജീവനേന വയം കിം അവഗച്ഛാമഃ. അസ്മാകം കുടുംബേ ശിശവഃ ബാലകാഃ യുവകാഃ സർവേപി ഭക്താഃ ഭവേയുഃ. വിദ്യാലയേ അധ്യയനം അനിവാര്യം, തഥാപി വിദ്യാലയസ്യ അധ്യയനേന സഹ അസ്മാകം സാംസ്കൃതിക വിഷയാണാം അധ്യയനം അനിവാര്യമസ്തി. കേവലം വിദ്യാലയെ A+ പ്രാപ്യ ജീവനം A+ ന ഭവതി. ജീവനം A+ ഭവിതവ്യം ചേത് സംസ്കാരഃ അനിവാര്യഃ. അത്യുത്തമ സംസ്കാര പ്രാപ്തി ആധ്യാത്മിക ജീവനേന ഭവതി. തദർത്ഥമേവ തത്വസമീക്ഷാ സത്രേ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞ. ബാലകാൻ ഉദ്ദിശ്യ ബാലികാഃ ഉദ്ദിശ്യ. കാരണം ആഗാമി പരമ്പര തേഷാമേവ, ആഗാമി ഭാരതം ഭാവി ഭാരതം തേഷാം ബാലകാനാം ഹസ്തേ. യദി ഭാവി ഭാരതം ശോഭനം സ്യാത് തർഹി അധുനാതന ബാലകാഃ ബാലികാഃ സർവേപി ആധ്യാത്മിക ശിക്ഷയാ ശിക്ഷിതാഃ ഭവേയുഃ. കേവലം A+B² അധ്യയനേന പ്രയോജനം നാസ്തി ഇത്യപി സ്മരണീയമസ്മാഭിः. അസ്തു. തത്വസമീക്ഷാ സത്രത്തില്
കുറെ വർഷങ്ങളായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ, എന്തെങ്കിലും ഭാഗവത വിചാരങ്ങളൊക്കെ പങ്കുവയ്ക്കാനും സാധിക്കുന്നത് ഭഗവാന്റെയും സ്വാമിജിയുടെയും അതുപോലെ തന്നെ ഗുരുനാഥന്റെയും കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത് പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പുഞ്ചിലമ്പു കുഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം.